നമസ്കാരം. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് ഉറങ്ങാൻ കഴിഞ്ഞത്. കാരണം തലക്ക് വെളിവില്ലാത്ത ഒരു മനുഷ്യൻ ഒരു രാജ്യത്തെ മൊത്തത്തിൽ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായി ഭീഷണി മുഴക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്ത് അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനിലെ ജനങ്ങളാകട്ടെ ഞങ്ങളെ കൊന്നിട്ടേ നിങ്ങൾക്ക് ഞങ്ങളുടെ പവർ പ്ലാന്റുകളെ തൊടാൻ കഴിയൂ, ഞങ്ങളുടെ പാലങ്ങളെ തൊടാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് അവർ തെരുവിലിറങ്ങിയിരിക്കുന്നു, മനുഷ്യച്ചങ്ങല തീർത്തിരിക്കുന്നു. അപ്പോഴും ഈ തലക്ക് വെളിവില്ലാത്ത മനുഷ്യൻ തുടർച്ചയായി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, സാധാരണക്കാർ അവർ കൂട്ടത്തോടെ മരിച്ചു വീഴുമോ എന്നൊക്കെയുള്ള ഒരു ഭയമുണ്ടായിരുന്നു, ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇന്ന് നേരം വെളുത്ത് എപ്പോഴോ ഉറങ്ങിപ്പോയി നേരം വെളുത്ത് വാർത്തകളൊക്കെ പരിശോധിച്ചപ്പോഴാണ് നമ്മുടെ പിണറായി സഖാവ് പറഞ്ഞതുപോലെ ഒരു ഡാഷും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലായത്. എന്നാൽ ചില മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത അത് വളരെ രസകരമാണ്. ജനൻ TV പോലുള്ള ചില മാധ്യമങ്ങൾ അവർ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക ഇറാനെ അടപടലം പൂട്ടി എന്നൊക്കെയുള്ള ഹെഡ്ലൈൻ വെച്ചിട്ടാണ്. ഈ കഴുതകാവം കരഞ്ഞു തീർക്കും എന്നൊക്കെയുള്ള ഒരു പഴമൊഴിയുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെ ആ ഒരു രീതിയിൽ മാത്രമാണ് എടുത്തത്. അതിലപ്പുറം ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ചിരിച്ചുപോയി അത് കണ്ടപ്പോൾ. എന്നാൽ സ്ഥിരമായി സംഘപരിവാർ അനുകൂല വാർത്തകൾ ചെയ്യുന്ന ചില ആളുകളൊക്കെയുണ്ട്. ഇവിടെ സംഘപരിവാരങ്ങളുടെ മനസ്സുള്ള ചില മാധ്യമ പ്രവർത്തകർ, അവർക്ക് വേണ്ടി വാർത്ത ചെയ്യുന്ന ആളുകൾ. ഞാൻ ആരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല. അവരിവിടെ അമേരിക്കക്കെതിരെ വളരെ ശക്തമായി തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അമേരിക്ക തോറ്റു, തുന്നമ്പാടി എന്ന രീതിയിലുള്ള വാർത്ത. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലെ ഒരു വിഷമമായിരിക്കും അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. എന്തായാലും ഉള്ള കാര്യം പറയാൻ തയ്യാറായല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ വലിയ സന്തോഷവും തോന്നി. എന്തായാലും ഇവിടെ എന്താണ് സംഭവിച്ചത്? 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. ഗൾഫ് മേഖലകളിലൊക്കെ നിലനിന്നിരുന്ന ആശങ്കക്ക് തൽക്കാലം വിരാമമായി. സമാധാന അന്തരീക്ഷം തിരിച്ചു വന്നു. ലോകത്ത് സമാധാനം ഉണ്ടായിരിക്കുന്നു. 2 ആഴ്ചത്തേക്കെങ്കിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പരിശോധിച്ചു. പല മാധ്യമങ്ങളും പല വിധത്തിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചു. ഏതൊക്കെ ഉപാധികളാണ് അമേരിക്ക അംഗീകരിച്ചതിനെ കുറിച്ചൊക്കെ പലരും പല വിധത്തിലുള്ള വാർത്തകളാണ് കൊടുത്തത്. കൂടുതൽ പരിശോധിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി പെട്ടെന്ന് തിടുക്കപ്പെട്ടില്ല. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി. നിലവിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വന്നപ്പോൾ ഇറാൻ അമേരിക്കയെ അറിയിച്ച കാര്യം, അല്ലെങ്കിൽ മധ്യസ്ഥർ മുഖേന അമേരിക്കയെ അറിയിച്ച കാര്യം, നിങ്ങളാണ് യുദ്ധം തുടങ്ങിയത്, നിങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വെടിനിർത്തുക, വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, അതിനുശേഷം ഞങ്ങൾ വെടിനിർത്തിക്കോളാം. ഇതാണ് ഇറാൻ മുന്നോട്ട് വെച്ച ആദ്യത്തെ കാര്യം. അമേരിക്ക തയ്യാറായി. 2 ആഴ്ചത്തേക്ക് വെടിനിർത്താൻ അമേരിക്ക തയ്യാറായി. അമേരിക്ക 2 ആഴ്ചത്തേക്ക് വെടിനിർത്താൻ തയ്യാറായപ്പോൾ ഇറാനും പറഞ്ഞു ഞങ്ങളും തൽക്കാലം യുദ്ധം അവസാനിപ്പിച്ചു, ഇനി ചർച്ചയിലേക്ക് കടക്കാം എന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു അറിയിപ്പ് വന്നു. ആദ്യം തന്നെ അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ട കാര്യം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക. 2 ആഴ്ചത്തേക്ക് വെടിനിർത്തിയാൽ ഈ 2 ആഴ്ചത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ഇറാനും തയ്യാറായി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരുപാട് ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണികളെയൊക്കെ പുച്ഛിച്ചു തള്ളിയ ഇറാൻ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അവരുടെ നിലപാട് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. എന്തായാലും 10ഓളം ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. തുടർന്നുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെങ്കിൽ 10ഓളം കാര്യങ്ങൾ അമേരിക്ക പൂർണ്ണമായും അംഗീകരിക്കണം. ഇതാണ് ഇറാന്റെ ഡിമാൻഡ്. ഈ 10ഓളം ഉപാധികൾ പാകിസ്ഥാൻ വഴി ഇറാൻ അമേരിക്കക്ക് കൈമാറി. അമേരിക്ക വാക്കാൽ ഈ ഉപാധികളുമായി ബന്ധപ്പെട്ട് ഒരു കരാറുണ്ടാക്കി പൂർണ്ണമായും സമ്മതിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ, എന്തൊക്കെയാണ് ഇറാന്റെ ഡിമാൻഡ്, നമുക്കതൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടികൾ അമേരിക്ക അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങിയത് തന്നെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടാണ്, ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും അമേരിക്ക അംഗീകരിക്കുക. ഈ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചർച്ചയില്ല എന്ന് ഇറാൻ പറഞ്ഞു. അത് വാക്കാൽ അമേരിക്ക സമ്മതിച്ചു. കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കും. അതുവരെ ഈ വാക്ക് അമേരിക്ക കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഈ കരാറ്, ഈ ഒരു ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും ഒന്നാമത്തെ ഒരു ഡിമാൻഡാണിത്. 2ാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ എല്ലാ സൈനിക താവളങ്ങളിൽ നിന്നും അമേരിക്കൻ സൈന്യം പൂർണ്ണമായും പിന്മാറുക. ഇതെല്ലാ കാലത്തും ഇറാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ആ നിലപാട് തന്നെ അവർ ആവർത്തിച്ചു. അമേരിക്ക അതിന് തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ ഇവിടെ ഇനി മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നിലനിന്നാൽ പോലും ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ
ഇനി അമേരിക്ക തയ്യാറാകില്ല. മൂന്നാമത്തെ ഇറാന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറാനിലെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും പൂർണ്ണമായി പിൻവലിക്കുക. അതായത് സാമ്പത്തിക ഉപരോധങ്ങൾ ഉൾപ്പെടെ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക. തടഞ്ഞു വെച്ചിട്ടുള്ള ഇറാന്റെ ഫണ്ടുകൾ അത് വിട്ടുകൊടുക്കുക. പൂർണ്ണമായും ഇറാന് ആ തുക ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് ഇറാന്റെ മൂന്നാമത്തെ ആവശ്യം. എന്തായാലും ഈ മൂന്നാമത്തെ ആവശ്യവും അമേരിക്ക വാക്കാൽ അത് സമ്മതിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നത്. നാലാമത്തെ ഇറാന്റെ ആവശ്യം എന്ന് പറയുന്നത് യുദ്ധത്തിൽ ഇറാനിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് അമേരിക്ക പരിഹരിക്കുക. അതായത് ഇറാന്റെ നഷ്ടം അമേരിക്ക നികത്തുക, നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ എല്ലാ സ്വത്തുക്കളും ഫണ്ടുകളും വിട്ടു നൽകുക. ആറാമത്തേത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാന്റെ സൈന്യത്തിന്റെ ഏകോപനത്തോടെയും നിയന്ത്രണത്തിലുമായിരിക്കണം. ഏഴാമത്തത് ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെ മേഖലയിലെ എല്ലാ മുന്നണികളിലുമുള്ള യുദ്ധം അവസാനിപ്പിക്കുക. 8 UN രക്ഷാസമിതിയും അതുപോലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ഇറാനെതിരെ പാസാക്കിയ പ്രമേയങ്ങൾ റദ്ദാക്കുക. 9 ഈ ഉപാധികൾ UN രക്ഷാസമിതിയുടെ പ്രമേയം വഴി അന്താരാഷ്ട്ര നിയമമായി അംഗീകരിക്കുക. 10 ഇരു രാജ്യങ്ങളും തമ്മിൽ ഭാവിയിൽ ആക്രമണങ്ങൾ നടത്തില്ലെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇനി ഒരു കാരണവശാലും അമേരിക്ക ഇടപെടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ UN രക്ഷാസമിതി വഴി നിയമമാക്കുക. പൂർണ്ണമായും അമേരിക്ക ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പൂർണ്ണമായും ഒരു യുദ്ധവിരാമം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ യുദ്ധം തുടരും എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ നിലപാട്. എന്നാൽ അമേരിക്ക ഈ ഉപാധികളൊക്കെ വാക്കാൽ അംഗീകരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി മാന്യമായ രീതിയിൽ ഒരു ചർച്ച നടത്താൻ അമേരിക്ക മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എന്തായാലും ചില ആളുകൾ, ജനൻ TV പോലുള്ള ചില ആളുകൾക്ക് ഇത് സഹിച്ചിട്ടില്ല. അവരിപ്പോഴും അമേരിക്കയുടെ ട്രാപ്പിൽ ഇറാൻ പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ കൊടുക്കുകയാണ്. എന്തായാലും ഇവിടെ ഇറാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഇറാന് പൂർണ്ണമായും വിജയം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ വെടിനിർത്തൽ, 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ, അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നതിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങൾ അമേരിക്ക അംഗീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഈ 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചതും ഇറാൻ അതിന് തയ്യാറായതും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ തയ്യാറായതും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ട്രംപിനെ നമ്മൾ തോൽവി എന്ന് പറഞ്ഞാൽ പോരാ, ഭൂലോക തോൽവി എന്ന് തന്നെ ഈ ഒരു സമയത്ത് വിശേഷിപ്പിക്കേണ്ടി വരും.